ഇതാ സംസം കിണർ കണ്ടോളി. സംസം കിണർ കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട. ഇതാണ് സംസം കിണറിൻ്റെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എഴുതിയ മുസ്ഹഫ്. ഇത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എഴുതിയ മുസ്ഹഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, നമ്മൾ മക്ക മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. കണ്ടില്ല, നമ്മളെ ബേക്കിൽ കാണുന്നത് മക്ക മ്യൂസിയമാണ്. കുറേ കാലം മ്യൂസിയം അടച്ചിട്ടുണ്ടായത്, വീണ്ടും തുറന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. കോവിഡിന് ശേഷം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്ന മ്യൂസിയം വീണ്ടും ഓപ്പണാക്കിയിരിക്കുകയാണ്. നമ്മളെ ഹാജിമാരൊക്കെ മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. രണ്ട് ഭാഗത്തും സംസം വെള്ളമുണ്ട് കേട്ടോ. സംസം കുടിച്ചിട്ട് ഉള്ളോട്ട് കയറാവുകയാണെങ്കിൽ. ഈ കാണുന്നത് മക്കാമു ഇബ്രാഹിം, അതിൻ്റെ വലയം ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ്. അതിൻ്റെ പഴയ മക്കാമു ഇബ്രാഹിം അല്ല, അത് കഅബൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. അതിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരുന്ന ആ കൂട്, ചില്ലും കൂട്, പഴയ കൂടാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, അത് രണ്ടുമായി ബന്ധപ്പെട്ട പഴയത്. ഈ കാണുന്നത് മിമ്പറാണ്. പഴയ ഹറം പള്ളിയിലെ മിമ്പറാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ പഴയ വാതിലുകൾ, മസ്ജിദ് നബവിയുടെ വാതിലുകളുണ്ട്. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറമിൻ്റെ വാതിലുകളുണ്ട്. കഅബയുടെ ഉള്ളിലെ തൂണ്, അതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്കധിക സമയം മ്യൂസിയത്തിൽ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒപ്പിയെടുത്തതാണ്. പിന്നെ കഅബയുടെ കില്ല നിർമ്മിക്കുന്ന ഫാക്ടറി ആ മ്യൂസിയത്തിൽ